ഡ്രൈവിംഗ് സ്കൂൾ മേഖല അനിശ്ചിതകാല സമരത്തിലാണ്. അതിന് പൊതുസമൂഹം ഞങ്ങളോട് സഹകരിക്കണം. ഈ AC റൂമിനകത്ത് ഇരുന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പുറത്ത് ഈ ഗ്രൗണ്ടിലോട്ടൊക്കെ നോക്കുമ്പോൾ അറിയാം ചെറിയ കഷ്ടപ്പെടുന്നതിൻ്റെ വില. ഒരു കുട്ടികൾക്കും സമയത്ത് ടെസ്റ്റ് ചെയ്യാനോ ലേണേഴ്സിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാനൊക്കെ ഒരുപാട് താമസമുണ്ട്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ 2002 മോഡൽ കോളിസ് വാഹനമുണ്ട്. അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കാര്യക്ഷമമാക്കാനുള്ള സർക്കാർ നിർദ്ദേശങ്ങളെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി നിലനിർത്തുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ സംയുക്ത സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് സ്കൂൾ മേഖല ഇന്ന് ഒന്നടങ്കമായി സമരത്തിലേക്കാണ്. 4/2024 എന്ന പേരിൽ ഒരു സർക്കുലർ വന്നു. ആ സർക്കുലർ യഥാർത്ഥത്തിൽ കേന്ദ്ര നിയമമോ പരിഷ്കാരമോ അല്ല. കേന്ദ്ര നിയമവും പരിഷ്കാരവും അല്ലാത്തതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നു എന്നാണ് മന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയവും യാതൊരുവിധ പഠനവും നടത്താത്ത ഒരു ഉദ്യോഗസ്ഥരുടെ പോലും ഉപദേശം തേടാതെ ഏതോ ഒരു പ്രത്യേക ലോബി അദ്ദേഹത്തിനെ സ്വാധീനിക്കുകയും അവർ പ്ലാൻ ചെയ്തു കൊടുത്ത ഒരു സർക്കുലർ നിയമമായി കൊണ്ടുവരികയാണ് ചെയ്തത്. സംസ്ഥാനത്തെ ഒരു വാഹനത്തിലും LMV വാഹനങ്ങളിൽ ഇത്തരം നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ GPS വയ്ക്കലോ അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കണമെന്നോ നിയമമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങൾക്ക് മാത്രം GPS-ഉം ക്യാമറയും സ്ഥാപിക്കണമെന്ന് പറയുന്നു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ 2002 മോഡൽ കോളിസ് വാഹനമുണ്ട്. അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നിശ്ചലമാക്കിയാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. കേന്ദ്ര നിയമവുമല്ല പരിഷ്കാരവുമല്ലാത്തതുമായ ജനദ്രോഹപരവും കോർപ്പറേറ്റ് ലോബിക്ക് കളമൊരുക്കാനുള്ള ചില ഉദ്യോഗസ്ഥ ലോബിയുടെ രഹസ്യ അജണ്ടയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം. 4/2024 സർക്കുലർ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധവും അശാസ്ത്രീയവും വേണ്ടത്ര പഠനവും നടത്താതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ളതുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പരാതിപ്പെടുന്നത്. ഇന്നത്തെ ഈ സമരം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല. ഇതുവരെ ഒരു സർക്കുലർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണക്കാരായ നമ്മള് നിത്യ തൊഴിലാണ് ഇത്. അപ്പം ഇതിന് എതിരെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ എല്ലാം കേരളം ഒട്ടാകെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുവരെയും ഒരു അനുകൂലമായ തീരുമാനങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ആയിട്ടുള്ള നിത്യജീവിതത്തെയൊക്കെ ബാധിച്ചൊക്കെയാണ്. ഒരു കുട്ടികൾക്കും സമയത്ത് ടെസ്റ്റ് ചെയ്യാനോ ലേണേഴ്സിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാനൊക്കെ ഒരുപാട് താമസമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ലേണേഴ്സ് എഴുതിയാൽ 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലേണേഴ്സിനുള്ള ഡേറ്റും കിട്ടുന്നില്ല. അതും കിട്ടാതെ വന്നിട്ട് പിന്നെ 30 ദിവസം കഴിയുമ്പോഴത്തേക്കുള്ള ടെസ്റ്റ് ഡേറ്റും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഈ കുട്ടികളെ കൊണ്ട് നടക്കും? അപ്പോൾ അതൊന്നും നമുക്ക് നടക്കാത്തത് കൊണ്ട് നമ്മൾ ലേണേഴ്സും അതുപോലെ തന്നെ ടെസ്റ്റും എല്ലാം ഇന്ന് ബഹിഷ്കരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണെന്നുള്ളത് മന്ത്രിയുടെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഉടനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ 350, 380 എന്നീ ക്രമത്തിൽ ലേണേഴ്സ് ഫീസ് ഈടാക്കുമ്പോൾ കേരളത്തിൽ മാത്രം 1455 രൂപ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ മുൻകൂറായി ഈടാക്കുകയും യഥാസമയം ലേണേഴ്സ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നിവയ്ക്കുള്ള ഡേറ്റ് അനുവദിക്കാതെയും ടെസ്റ്റ് കഴിഞ്ഞവർക്ക് 6 മാസം കഴിഞ്ഞിട്ടും ലൈസൻസും അനുബന്ധ രേഖകളും ലഭ്യമാക്കാതെ ഉത്തരവുകൾ മാത്രം ഇറക്കി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും വ്യക്തികളും കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് അന്യായമായ ഫീസാണ് ഈടാക്കുന്നത്. 1455 രൂപ ലേണേഴ്സിന് ഫീസ് കാറിനും 2 വീലറിനും കൂടെ ഈടാക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാടിലും 380 രൂപയും 350 രൂപയുമാണ് ലേണേഴ്സിന് ഫീസ് ഈടാക്കുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ 1455 രൂപ ഫീസ് ഈടാക്കുകയും ഇന്ന് ലേണേഴ്സിന് അപേക്ഷിച്ചാൽ അടുത്ത മാസം 16-ാം തീയതി ഡേറ്റ് കിട്ടുന്ന അവസ്ഥയാണ്. നിലവിൽ +2ന്റെ എക്സാം കഴിഞ്ഞ സാഹചര്യത്തിൽ 18 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക്
ലേണേഴ്സിന് ഡേറ്റ് എടുക്കുകയും അടുത്ത കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അവർക്ക് പഠിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യമാണ്. അത് പൂർണ്ണമായും മുടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിന്റെ 1/3 മാത്രം ജനസംഖ്യയുള്ളതും അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ നടപ്പിലാക്കാൻ ഉത്തരവിറക്കുകയും ബാധ്യതകൾ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ കെട്ടിവെക്കുകയും ഖജനാവ് നിറയ്ക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ഏകീകൃത സ്വഭാവത്തിലല്ലാതെ ടെസ്റ്റ് നടത്തി പരാജയപ്പെടുത്തി അമിത ഫീസിനൊപ്പം കാർ, മോട്ടോർ സൈക്കിൾ എന്നിവയ്ക്ക് 600 രൂപ അധിക ഫീസ് ഈടാക്കാനുള്ള തന്ത്രമായി മാത്രമേ പരിഷ്കാരത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത് നമ്മുടെ സാധാരണക്കാരെ പൊതുജനങ്ങളെയും ഡ്രൈവിംഗ് സ്കൂളുകാരെയും മൊത്തത്തിൽ ഒന്നായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അന്യായമായുള്ള ഫീസ് സർക്കാർ വാങ്ങിക്കൊണ്ട് പൊതുജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു ലൈസൻസ് എടുക്കുന്ന അന്യ സംസ്ഥാനങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടും 3 ഇരട്ടി ചാർജാണ് നമ്മളിവിടെ കേരള സംസ്ഥാനങ്ങൾ വാങ്ങുന്നത്. അതുമല്ല ഇപ്പം 14 ജില്ലകളിലുണ്ടെങ്കിലും പല ജില്ലകളിലും പല ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം 5-6 മാസമായി ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുന്നില്ല. ഈ പൈസ എല്ലാം മുൻകൂർ മേടിച്ചുകൊണ്ട് ഇപ്പം പുറത്ത് പോകുന്നൊരു കുട്ടിക്കായാലും എക്സാമിന് പോകുന്നവർ, ജോലി സാധ്യതയ്ക്ക് പോകുന്നു, അവർക്കാർക്കും ലൈസൻസ് പോലും കൈ കിട്ടുന്നില്ല. അത്രത്തോളം ദ്രോഹങ്ങളാണ് ഈ പൊതുജനങ്ങളോട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ സമരത്തിറങ്ങുമ്പോൾ ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് പൊതുജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഈ നാട്ടുകാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അപ്പം ഞങ്ങളിപ്പം ഈ കോവിഡ് വന്നപ്പോഴും എല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ മണ്ടയിലാണ്. ഡ്രൈവിംഗ് സ്കൂൾ അടച്ചിട്ടിട്ട് ബാക്കി എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ സ്കൂളുകാരെല്ലാവരും നമ്മൾ ഈ പൊരുവെയിലത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ഒന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നമ്മളെല്ലാവരും ഈ പരിപാടി ജോലി മതിയാക്കി സമരത്തിറങ്ങുമ്പോൾ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഈ AC റൂമിനകത്ത് ഇരുന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പുറത്ത് ഈ ഗ്രൗണ്ടിലോട്ടൊക്കെ നോക്കുമ്പോൾ അറിയാം, ഈ കിടന്ന് ഓരോ സ്റ്റാഫുകളും മുതലാളിമാരും ആരും നമ്മൾ റൂമിനകത്ത് കയറി ഇരിക്കല ഈ കഷ്ടപ്പെടുന്നതിന്റെ വില. അപ്പം നമുക്ക് ഇതിനൊരു പരിഹാരം എന്തായാലും അദ്ദേഹം മിനിസ്റ്റർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ അശാസ്ത്രീയമായുള്ള ഈ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ ഇത് അനിശ്ചിതകാലം എത്ര നാൾ പോകുന്നുണ്ടോ, ഞങ്ങൾ പട്ടിണി ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷേ ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം മുകളിൽ നിന്ന് ഉത്തരവാകുന്നതുവരെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ 16 ജില്ലകളിലും എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ ഈ സമരം തുടർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിഷേധ സമരത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ RTO ഓഫീസ് പരിധിയിലെ 58ഓളം ഡ്രൈവിംഗ് സ്കൂളുകളിലെ ജീവനക്കാർ മാമം ഗ്രൗണ്ടിൽ ഒത്തുകൂടി. എന്നാൽ രാവിലെയോടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രൗണ്ടിലെത്തിയെങ്കിലും ടെസ്റ്റിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. 4/2024 സർക്കുലർ പിൻവലിക്കുന്നതുവരെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ടും പഠനവും ടെസ്റ്റുകളും നിർത്തിവെച്ചുകൊണ്ടും സമാധാനപരമായ സമരമാർഗം സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ. ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ടെസ്റ്റിന് തയ്യാറായാൽ പോലും ടെസ്റ്റ് നടക്കില്ല. കാര്യം GPS ഇല്ല. 15 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങൾ കയറ്റരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനമില്ല. പുതിയ ഓർഡറുകളില്ല. ഈ 30/4 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചു. പ്രാരംഭ വാദം കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് നിലവിലുള്ള സാഹചര്യം 4/2024 എന്നുള്ള ഈ സർക്കുലർ കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഡ്രൈവിംഗ് സ്കൂൾ മേഖല അനിശ്ചിതകാല സമരത്തിലാണ്. ഞങ്ങൾ ലേണേഴ്സോ ടെസ്റ്റോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഈ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അതിന് പൊതുസമൂഹം ഞങ്ങളോട് സഹകരിക്കണം. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.